രാജ്യം 7 ഘട്ടങ്ങളിലെയും തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി അടുത്ത പ്രധാനമന്ത്രി ആരാകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെ വരെ ഓരോ ഇന്ത്യക്കാരനെയും മുൾമുനയിൽ നിർത്തുന്ന പ്രക്രിയയ്ക്ക് 1-ാം തീയതി വൈകിട്ട് അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതു മുതൽ തുടങ്ങിക്കഴിഞ്ഞു. പ്രമുഖ ഏജൻസികളും ചാനലുകളും കൂട്ടലും കിഴിക്കലുമായി 6:30-യോടെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളോട് പ്രതികരിക്കേണ്ടതില്ലെന്ന ഇന്ത്യാ സഖ്യം നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ കൂട്ടലും കിഴിക്കലും കഴിഞ്ഞ് ആ വിവരവും പുറത്തു വന്നിരിക്കുകയാണ്. തുടർച്ചയായ 3-ാം തവണയും NDA മുന്നണി അധികാരത്തിലേറി 3-ാം വട്ടവും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. BJP ഉയർത്തിപ്പിടിച്ച 400 എന്ന അക്കത്തിൽ എത്തില്ലെങ്കിലും ഏതാണ്ട് അതിൻ്റെ അടുത്ത് എത്തുമെന്നാണ് പ്രമുഖ സർവേ ഏജൻസികൾ പറയുന്നത്. 180 സീറ്റുകൾ വരെ പിടിക്കുമെന്ന് ചില ഏജൻസികളും പ്രവചിക്കുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടെന്നോണമാകണം പതിവ് രാഷ്ട്രപതി ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിരുദ്ധമായി രാജ്പഥിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ BJP ഒരുങ്ങുന്നത്. ഈ മാസം 9-ന് നരേന്ദ്രമോദി 3-ാം വട്ടവും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം. അമിത്ഷാ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് തന്നെ തുടരുകയും ചെയ്യും. ഒരുപക്ഷെ അമിത്ഷായുടെ സത്യപ്രതിജ്ഞയും അന്ന് തന്നെ ഉണ്ടായേക്കുമെന്നും പറയുന്നുണ്ട്. മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയതിന് ശേഷമായിരിക്കുമെന്നാണ് പറയുന്നത്. 2-ാം മന്ത്രിസഭയിലേതുപോലെ 3-ാം മന്ത്രിസഭയിലും മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. ഇന്ത്യ മുന്നണി രൂപീകരിച്ച ശേഷം മുതൽ അവിടെ അസ്വാരസ്യങ്ങൾ തുടരുന്നുണ്ട്. ഒരു കണക്കിനാണ് മുന്നണിയെ ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഭരണം കിട്ടിയാൽ ആര് പ്രധാനമന്ത്രിയാകണമെന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഭരണം കിട്ടി 48 മണിക്കൂറിനകം പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്ന ഇന്ത്യ മുന്നണിയുടെ പ്രസ്താവന എന്തടിസ്ഥാനത്തിലായിരുന്നുവെന്നും ചോദിക്കുന്നുണ്ട്. ഇത് വോട്ടർമാർക്കിടയിലും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത വിധം ഇന്ത്യ മുന്നണിയിലെ കെട്ടുറപ്പ് നഷ്ടമായിരിക്കുന്നുവെന്നുള്ള പ്രചാരണങ്ങളും നടന്നിരുന്നു. മറിച്ച് NDA ആകട്ടെ നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് നെയിമിൽ ഊന്നിയായിരുന്നു പ്രചാരണം മുഴുവൻ നയിച്ചത്. അത് ജനങ്ങൾക്കിടയിൽ വോട്ട് ചെയ്യാൻ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം നടത്തിയ രാജ്യ പുരോഗതി നയങ്ങളും ദേശീയ സുരക്ഷാ നയങ്ങളും രാജ്യാന്തര തലത്തിൽ മോദി എന്ന പ്രധാനമന്ത്രി അംഗീകരിക്കപ്പെട്ടതും വോട്ടായി മാറിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഒരു ഘട്ടത്തിൽ ലോക നേതാക്കൾ ഒന്നാമതെത്തിയ ആളുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിൻ്റെ GDP വളർച്ച തുടർച്ചയായി ഉയരുന്നതും അത് മൂഡീസിനെ പോലുള്ള പ്രമുഖ ഏജൻസികൾ എടുത്തുകാട്ടുന്നതും ഗുണകരമായെന്നും പറയുന്നു. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ആത്മനിർഭർ ഭാരതിലുമൊക്കെ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ വിശ്വാസമർപ്പിക്കുന്നതും വൻകിട രാഷ്ട്രങ്ങളെ പിന്തള്ളി ഇന്ത്യയെ സമീപിക്കുന്നതുമെല്ലാം നിരീക്ഷിച്ചിരുന്ന യുവാക്കളുടെ നല്ലൊരു ശതമാനവും NDAക്ക് നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് നെയിമിന് കീഴിൽ വോട്ടായി മാറിയെന്നും വിലയിരുത്തുന്നുണ്ട്. 3-ാം മോദി മന്ത്രിസഭയുടെ പകുതിയിൽ മന്ത്രിസഭയിൽ അഴിച്ചുപണിയുണ്ടാകുകയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കം ക്യാബിനറ്റിൽ എത്തുമെന്നും പറയുന്നു. മാത്രമല്ല 3-ാം മോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് പാക് ഒക്കുപൈഡ് കാശ്മീർ തിരിച്ചുപിടിക്കുക എന്നത്. കോളനിവൽക്കരണത്തിന് ഇരുണ്ട കാലമെന്ന് വിശേഷിപ്പിക്കുന്ന POK തിരിച്ചുപിടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമൊക്കെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നതാണ്. അതിനാൽ അധികാരമേറ്റ ആദ്യ നടപടി ഒരുപക്ഷെ POK തിരിച്ചുപിടിക്കലായിരിക്കുമെന്നും പറയുന്നു. പ്രതിപക്ഷം അനാവശ്യ ന്യായങ്ങൾ നിരത്തുന്നുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം POK വളരെ നിർണായകമാണ്. അത് രാജ്യാന്തര തലത്തിൽ കരുത്ത് തെളിയിക്കുന്നതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പാക് അധീന കാശ്മീരിലെ ഗിൽജിത്തും ബാൾഗാട്ടിസ്ഥാനും തിരിച്ചുപിടിക്കാൻ മാത്രമേ ഇന്ത്യയുടെ വികസന ദൗത്യം പൂർത്തിയാകുകയുള്ളൂ എന്നാണ് രാജ്യത്തിൻ്റെ താൽപ്പര്യം. ജമ്മു കാശ്മീരിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഈ സ്ഥലം. ഈ പ്രദേശം ഒരിക്കൽ ജമ്മു കാശ്മീർ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ 1947 നവംബർ 4-ന് പാക് ഗോത്രസേനയും പാകിസ്ഥാൻ സൈന്യവും കാശ്മീരിൽ അധിനിവേശം നടത്തിയപ്പോൾ ഈ പ്രദേശം അവരുടെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. ഈ മേഖലയെ പാകിസ്ഥാൻ്റെ വടക്കൻ പ്രദേശങ്ങളായി പ്രഖ്യാപിക്കുകയും ഇവ പാകിസ്ഥാൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്ന പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ന് വ്യത്യസ്തമായ വടക്കൻ പ്രദേശങ്ങളിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. ഈ വടക്കൻ പ്രദേശങ്ങൾ പാക് അധീന കാശ്മീരിനേക്കാൾ 6 ഇരട്ടിയിലധികം വലിപ്പമുള്ളതാണ്. 2009 ഓഗസ്റ്റിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് ഗിൽജിത്ത് ബാൾഗാട്ടിസ്ഥാൻ എംപവർമെൻറ്റ് ആൻഡ് സെൽഫ് ഗവേണൻസ് ഓർഡിനൻസ് പാസ്സാക്കുകയുണ്ടായി. പാക് അധീന കാശ്മീരിൽ നിന്ന് വ്യത്യസ്തമായി 2 ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. 1935-ൽ ബ്രിട്ടീഷുകാർ ജമ്മു കാശ്മീർ മഹാരാജാവിൽ നിന്ന് ഗിൽജിത്ത് ബാൾഗാട്ടിസ്ഥാൻ 60 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തിരുന്നു. ഡൽഹി സർക്കാരിന് വേണ്ടി ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ മേഖല ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള സൈനിക സേനയായ ഗിൽജിത്ത് സ്കൗട്ടിനായിരുന്നു ഈ മേഖലയുടെ സുരക്ഷാ ചുമതല. 1947 ഓഗസ്റ്റ് 1-ന് ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇതിൻ്റെ ഭരണം അവസാനിപ്പിക്കുകയും ഈ മേഖല മഹാരാജാവിന് തിരികെ നൽകുകയും ചെയ്തു. ജമ്മു കാശ്മീർ സംസ്ഥാന സേനയിലെ ബ്രിഗേഡിയർ ഖാൻസാർ സിംഗിനെ പ്രദേശത്തിൻ്റെ ഗവർണറായി രാജാവ് നിയമിക്കുകയായിരുന്നു ചെയ്തത്. 1947 ഒക്ടോബർ 31-ന് മഹാരാജ ഹരി സിംഗിൻ്റെ കീഴിലുള്ള നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച ഉടൻ ഗിൽജിത്ത് പാകിസ്ഥാനിലേക്ക് ചേർക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഗിൽജിത്ത് സ്കൗട്ട്സിലെ മേജർ W.A. ബ്രൗൺ, ക്യാപ്റ്റൻ A.S.
മത്തിൽസൺ എന്നിവർ പെഷവാറിലുണ്ടായിരുന്ന മുൻ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഏജന്റ് ലഫ്റ്റനന്റ് കേണൽ റോജർ ബേക്കറെ അറിയിച്ചിരുന്നു. നവംബർ 2-ന് മേജർ ബ്രൗൺ തൻ്റെ ആസ്ഥാനത്ത് ഔദ്യോഗികമായി പാകിസ്ഥാൻ്റെ പതാക ഉയർത്തുകയാണ് ചെയ്തത്. മഹാരാജാവ് ഇന്ത്യക്ക് അനുകൂലമായുള്ള നടപടി സ്വീകരിച്ചപ്പോൾ താനും മിത്തസണും പാകിസ്ഥാനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചെന്ന് ബ്രൗൺ അന്ന് പറയുകയുണ്ടായി. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു തിരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലിയും ഒരു കൗൺസിലും നിലവിൽ ഈ മേഖലയ്ക്കുണ്ട്. ഈ കൗൺസിലാണ് ഈ പ്രദേശത്തിൻ്റെ വിഭവങ്ങളും വരുമാനത്തിലുള്ള പൂർണ്ണ നിയന്ത്രണവും ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയെക്കുറിച്ച് പാകിസ്ഥാൻ്റെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല. ഈ മേഖലയ്ക്ക് സ്വതന്ത്ര പദവിയോ പ്രവിശ്യ പദവിയോ ഇല്ല. പാക് അധീന കാശ്മീരിലെന്ന പോലെ ഈ മേഖലയെക്കുറിച്ചുള്ള അവ്യക്തത ഇന്നും തുടരുകയാണ്. എങ്കിലും അവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും പ്രദേശം ഇന്ത്യ തിരിച്ചുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം പതിറ്റാണ്ടുകളായി പാക് സർക്കാരിൽ കൊടിയ പീഡനങ്ങളാണ് ഈ ജനങ്ങൾക്ക് ഏൽക്കേണ്ടി വരുന്നത്. പാക് അധീന കാശ്മീരിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഇന്ത്യ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ POK ഇന്ത്യയുടേത് മാത്രമാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം വീണ്ടും അധികാരത്തിലെത്തിയാൽ POK വീണ്ടെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ മെയ് 12-ന് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടെ പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ നേതാവ്, പാക് അധീന കാശ്മീർ നമ്മുടേതായിരുന്നു, ഇന്ത്യയുടെ അവകാശത്തെ ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല, ഉചിതമായി പ്രവർത്തിക്കുകയും POK വീണ്ടെടുക്കുകയും ചെയ്യുന്നുവെന്നാണ് അന്ന് അമിത് ഷാ പറഞ്ഞത്. ഇന്ത്യക്കും ജമ്മു കാശ്മീരിനുമിടയിലെ ഒരു വിലങ്ങുതടിയാണ് ആർട്ടിക്കിൾ 370 എന്നത്. അതിനെ എതിർക്കുന്നവർ, പ്രത്യേകിച്ച് BJPയുടെ പ്രധാനപ്പെട്ട വാദം, പാർട്ടി ഉണ്ടായ കാലം മുതലേ അവരുടെ പ്രകടന പട്ടികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുക, 370ഉം 35A വകുപ്പുകൾ എടുത്തു കളയണമെന്നുള്ളത്. ഭരണഘടനയിലെ 370 വകുപ്പിൻ്റെ ബലത്തിലാണ് ജമ്മു കാശ്മീരിന് മാത്രം സ്വന്തമായി ഭരണഘടനയും സ്വന്തമായി ദേശീയ പതാകയും ഒക്കെ ഉള്ളത്. സ്വന്തമായി പ്രധാനമന്ത്രി വരെ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ദേശീയ പതാകയും 370 വകുപ്പ് പ്രകാരം ജമ്മു കാശ്മീരിന് ബാധകമല്ല. ഇന്ത്യൻ പാർലമെൻറ്റ് രാജ്യത്തെ ജനനന്മയെ കരുതി അവരുടെ ജീവിതങ്ങൾ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ച് കാലാകാലങ്ങളായി പാസാക്കുന്ന നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ നടപ്പാക്കാൻ ആ സംസ്ഥാനത്തിന് ബാധ്യതയില്ല. ജമ്മു കാശ്മീർ നിയമസഭയ്ക്ക് അത് തടയാനുള്ള അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 എന്ന വകുപ്പാണ്. ഇന്ത്യക്കും ജമ്മു കാശ്മീരിനുമിടയിൽ ഒരു വിലങ്ങുതടിയാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതാണ്. പാർലമെൻറ്റിൽ നടന്ന ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടപ്പാക്കിയിട്ടും ജമ്മു കാശ്മീരിൽ മാത്രം നടപ്പിലാക്കാൻ കഴിയാത്ത അത്തരം ഏതാനും നിയമങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അക്കമിട്ട് നിരത്തുകയുണ്ടായി. ബാലവിവാഹം നിരോധിച്ചുള്ള വിവാഹത്തിൻ്റെ പ്രായം നിശ്ചയിക്കുന്ന നിയമം, ദേശീയ മൈനോറിറ്റി കമ്മീഷൻ സ്ഥാപിച്ചുകൊണ്ടുള്ള നിയമം, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അവകാശമാകുന്ന അതത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാകുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ നിയമം, ജനസംഖ്യ വർദ്ധിക്കുന്ന ആനുപാതികമായി മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം നടത്താനുള്ള ഡീലിമിറ്റേഷൻ ബിൽ, അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ നാഴികക്കല്ലായ വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ആക്ട്, നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരി, ദളിതർക്കും ആദിവാസികൾക്കുമുള്ള രാഷ്ട്രീയ സംവരണം, വനവാസി പരിരക്ഷണ നിയമങ്ങൾ എന്നിവ അവയിലേതു മാത്രം. ആർട്ടിക്കിൾ 370 ഇല്ലാതായതോടെ ഇതെല്ലാം ഇനി ജമ്മു കാശ്മീരിനും ജനങ്ങൾക്കും അവകാശപ്പെട്ടതായി മാറിയിട്ടുണ്ട്.